വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് ലോകമെമ്പാടുമുള്ള കുരുന്ന് മക്കൾ പൾസ് പോളിയോ കൊടുക്കുന്ന ദിവസമാണ്. അപ്പം നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾ മറക്കാതെ തന്നെ എല്ലാവരും ഇത് കൊടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലും 3 വില്ലന്മാരുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു സമയമാകുമ്പോൾ ഒരുപാട് തിരക്കൊന്നും കാണത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ പോകാമെന്ന്. അപ്പോൾ നമ്മളെവിടെയെങ്കിലും പോകാൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഒന്ന് നടത്തും. കാരണം എന്ന് വെച്ചാൽ അപ്പോഴാണല്ലോ ഉടുപ്പൊക്കെ ഇട്ട് ഒരേപോലത്തെ ട്വിൻസിനെയൊക്കെ നല്ല അറ്റുവലാക്കി ഒരുക്കിയിരുത്തുന്നത്. അപ്പോൾ ആദ്യമൊക്കെ സാരവിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാൻ. പിന്നെ അയാളങ്ങ് അലമ്പായി. പിന്നെ അങ്ങ് ഭയങ്കര ഇതായി കേട്ടോ. പിന്നെ ഋഷി സ്ഥിരമായിട്ട് ഇപ്പോൾ കയറിയിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഈ 2 സെറ്റിൻ്റെ ഇടയിലോട്ട് കയറി ഇവിടെ ഇരിക്കും. ഇവിടെ ഇരുന്നുകൊണ്ടാണ് പലപ്പോഴും ഇരുന്ന് TV കാണുന്നത്, പല പരിപാടികളും നടത്തുന്നത് കേട്ടോ. അപ്പം ഇവിടെ ആണ് പുള്ളിയുടെ സ്ഥലം. അങ്ങനെ കുറച്ചധികം നല്ല ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എൻ്റെ വീഡിയോയ്ക്കും ഇടയ്ക്കൂടി പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഋഷി ഇപ്പോൾ വീഡിയോസൊക്കെ പോസ് ചെയ്യുന്നുണ്ട്. ഫോട്ടോസ് എടുക്കാൻ ക്യാമറ നോക്കാൻ പറഞ്ഞാലും ക്യാമറ നോക്കും കേട്ടോ. പക്ഷെ പോളിയോ കൊടുക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ഭയങ്കര വായ അങ്ങോട്ട് ഒട്ടും തുറക്കുന്നില്ലായിരുന്നു. അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുമ്പോൾ വാ തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഇന്നും പോളിയോ കൊടുത്തപ്പോഴും ഇച്ചിരി പാടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി 1.5 വയസ്സിന് ഇഞ്ചക്ഷനൊക്കെ വരുമ്പോൾ എന്താവോ എന്തോ. ഋഷിയുടെ ഇത് കണ്ടപ്പോഴത്തേക്കും സാരവിനും കരച്ചിലായി. ആരവാണെങ്കിലും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ ആ സൗണ്ട് ഇടാത്തത് കൊണ്ടാണ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ സാരവും നല്ലപോലെ ഇരുന്നു, പിന്നെ അങ്ങ് അലമ്പായി. പിന്നെ ആരവിനും കൊടുത്തു. ആരോ ഭയങ്കരമായിട്ട് കാരണം കേട്ടോ. പിന്നെ നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്. അങ്ങനെ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഹെൽത്ത് സെൻ്ററിലാണ് കേട്ടോ പോയത്. അവിടുന്ന് പോളിയൊക്കെ കുടിച്ച് 3 അളിയന്മാരും ഓട്ടോയിൽ ഞങ്ങൾ പിന്നെ അങ്ങ് തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. കുറേ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ വേറെ കുറേ കുഞ്ഞുമക്കളെയും കൂടി നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തായിരുന്നു കേട്ടോ. പിന്നെ വീടിൻ്റെ അപ്പുറത്ത് വന്നിട്ട് നമ്മൾ അമ്പലട്ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് മുട്ടയൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഋഷിക്കുട്ടനും വീട്ടിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ്.